ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നീർ ദോശ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നമുക്കിത് കഴിക്കാം. നല്ല പൂ പോലുള്ള നീർദോശയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അരച്ച് അപ്പം തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് നീർദോശയ്ക്കുള്ള മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ റെസിപ്പി ആയ കാരണം വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-4 പച്ചമുളക് ഒന്ന് നെടുവേ കീറിയതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി, അതേപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചതാണിത്. അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആകണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് അങ്ങ് വഴറ്റിയെടുക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം എടുത്ത് വഴറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ മുട്ട റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ വഴറ്റി കൊടുക്കാം. കുറച്ചുകൂടി ഒരു കളർ ചേഞ്ച് ആകണം. ഇതാ നോക്കിയാൽ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. നമുക്ക് കുറച്ച് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നല്ലൊരു കളറും കിട്ടും, എരിവും കുറവായിരിക്കും. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ആയാലും മതി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 നുള്ള മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറണം. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക. പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. ചെറിയ തീയിൽ വേണം ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തു. പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയണം. സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കണത്. നമുക്കത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്തോട്ടെ. അപ്പോൾ അത് 2 മിനിറ്റ് അടച്ചു വെച്ച് കൊടുത്തു. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒത്തിരി ചേർക്കണ്ട, റോസ്റ്റ് അല്ലേ, അത് കാരണം ഒത്തിരി വെള്ളം വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം എന്ന് പറയുമ്പോൾ ഫെന്നൽ സീഡ്സ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട വേണമെങ്കിൽ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കാം. അപ്പം മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചോളൂ. അപ്പോൾ അതാ 4 മുട്ടയും ഇട്ട് കൊടുത്തു. ഇനി മസാല നമ്മുടെ മുട്ടയുടെ മുകളിലോട്ടൊന്ന് കവറാകുന്ന വിധം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ലോ ഫ്ലെയിമിലാണ്. ഇപ്പോൾ അതാ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മുട്ട റോസ്റ്റ് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് 2 നുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് പച്ചരിയാണ്. ഇതൊരു 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത അരിയാണ്.
അപ്പം നിങ്ങൾ രാവിലെയാണ് ഇത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ രാവിലെ അരച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ ഈസി ആയിരിക്കും. രാത്രിയിലൊക്കെ ആണെങ്കിൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വെള്ളത്തിലിട്ടാൽ മതി. അപ്പോൾ വൈകിട്ടാകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് വന്നോളും. ഇനി നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സി ബൗൾ എടുക്കാം. അരി നമ്മുടെ മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. നമ്മൾ 1 കപ്പ് അരിയല്ല എടുത്തത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1/2 കപ്പ് തേങ്ങ കറക്റ്റ് ആയിരിക്കും. തേങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം. തേങ്ങ എടുക്കുമ്പോൾ തേങ്ങയുടെ വൈറ്റ് പാർട്ട് മാത്രം എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ദോശയുടെ കളറ് നല്ല വൈറ്റ് കളറിൽ കിട്ടത്തില്ല. ഇപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തു, അരി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ ചേർക്കുന്നത് ദോശ ചുടുമ്പോൾ പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. തരികളൊന്നും ഒട്ടും കാണാൻ പാടില്ല. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ അരി നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്, നല്ല മഷി പോലെ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നീർദോശയ്ക്ക് ഈ കൺസിസ്റ്റൻസി അല്ല വേണ്ടത്, നല്ല ലൂസായിട്ടിരിക്കണം നമ്മുടെ മാവ്. പാലൊക്കെ ഇരിക്കൂലേ, അതേപോലെ തന്നെ നല്ല വെള്ളം പോലെ ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ലൂസായിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ നീർദോശ പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരയ്ക്കാൻ വേണ്ടി 1/2 കപ്പാണ് എടുത്തത്. അതുകൂടാതെ ഇപ്പോൾ 2 കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ എന്താ അത്യാവശ്യം നന്നായിട്ട് ലൂസായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു 3/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസി വേണം. അപ്പോൾ അതാ ഒരു 3/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പം നോക്കിയാൽ നല്ല പാല് പോലെ ആയിട്ടുണ്ട്, നന്നായിട്ട് ലൂസായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ദോശയ്ക്ക് കുറച്ച് മധുരം ഇഷ്ടമുള്ളവർ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം, നല്ലതാണ്. ഞാനിവിടെ ചേർക്കണില്ല. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഇട്ട് കൊടുക്കുവാണേ, കുറച്ച് കുറവുണ്ട്. അപ്പം ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു ദോശപ്പാൻ അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അതാ ഞാനൊരു ദോശപ്പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദോശപ്പാൻ നന്നായിട്ട് ചൂടാക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ദോശ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ചൂടായില്ലെങ്കിൽ നമുക്ക് ദോശ നല്ല വല പോലെ കിട്ടത്തില്ല. എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് പുകയണ പോലെ ചൂടാകരുത്, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് ചൂടാവുകയും വേണം. അപ്പം നമ്മുടെ പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് നോക്കുക. ഇതാ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒരു 2 തവി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയ തവിയാണ് എടുത്തേക്കണത്, അതാണ് 2 തവി ഒഴിച്ചത്. ഇനി പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരു കൈ കൊണ്ട് ഒഴിക്കുക, മറ്റേ കൈ കൊണ്ട് ചുറ്റിച്ചു കൊടുക്കുക. ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. വെന്ത് കഴിയുമ്പോൾ സൈഡിൽ നിന്ന് ചെറുതായിട്ട് ഇളകി വരും. അപ്പോൾ നമുക്ക് എടുക്കാൻ ഈസി ആയിരിക്കും. ഈ ദോശ നമ്മൾ മറിച്ചിടത്തില്ല, സൈഡിൽ കൂടെ പതുക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. കളറൊന്നും ചേഞ്ച് ആകാൻ നിൽക്കരുത്. അതിനു മുമ്പേ പാനിൽ നിന്ന് നമ്മുടെ ദോശ എടുക്കുക. എങ്കിൽ തന്നെ നമ്മുടെ ദോശ നല്ല പൂ പോലെ സോഫ്റ്റ് ആവുള്ളൂ. ഇതാ നമ്മുടെ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയത്തില്ല, നല്ല സോഫ്റ്റാണ്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം.
അടുത്ത ദോശ ഉണ്ടാക്കുമ്പോഴും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ മാവ് നല്ല വെള്ളം പോലെ ഇരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ പാന് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വല പോലുള്ള നീർദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓരോരോ ദോശ ചുട്ടെടുക്കുമ്പോൾ ഒന്നിന് മേലെ ഒന്നായിട്ട് വയ്ക്കാതിരിക്കുക. ഇത് നല്ല സോഫ്റ്റായ കാരണം ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് ആറിയതിന് ശേഷം ഓരോന്നിൻ്റെ മേലെ ഓരോന്നെടുത്ത് വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നീർദോശയും മുട്ട റോസ്റ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.